വാർത്തകൾ വിശദമായി. കണ്ണൂർ BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 25-ന്. കേസിൽ വാദം പൂർത്തിയായി. ദാറ്റ് ഇഡിയറ്റ് സിമ്പതിക്ക് വേണ്ടി ചാടിയെന്ന വകുപ്പ് മേധാവി MK റാം പറയുന്നത് കേട്ടുവെന്ന് നിതിന്റെ സഹപാഠി മൊഴി നൽകിയിരുന്നു. ഡോക്ടർ റാം OBC വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഏപ്രിൽ 17-നാണ് ഡോക്ടർ റാമും സംഗീത നമ്പ്യാറും കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ നൽകിയത്. നിതിന്റെ മരണത്തിൽ പങ്കില്ലെന്നും ആത്മഹത്യക്ക് കാരണം ലോൺ ആപ്പിന്റെ ഭീഷണി മൂലമാണെന്നുമാണ് അധ്യാപകർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത്. സംഭവ ദിവസം പ്രിൻസിപ്പലിന്റെ റൂമിൽ താൻ ഇല്ലായിരുന്നുവെന്നും റാം പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി ജീവൻ ഒടുക്കിയതായി കുടുംബം അറിയുന്നത്. വകുപ്പ് മേധാവി റാം മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് നിതിൻ നേരത്തെ തന്നെ കുടുംബത്തെ അറിയിച്ചിരുന്നു. നിറത്തിന്റെയും ജാതിയുടെയും പേരിലായിരുന്നു അധിക്ഷേപം. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഡോക്ടർ റാമും സംഗീതയും ഒളിവിൽ തുടരുകയാണ്. ഇരുവരെയും പിടികൂടാൻ വൈകുന്നതിൽ പോലീസിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. MK റാമിനെയും സംഗീതയെയും കോളേജിൽ സസ്പെൻഡ് ചെയ്യുകയും റാമിനെ കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് പുറത്താക്കുകയും ചെയ്തിരുന്നു. ആത്മഹത്യ ചെയ്ത നിതിൻ രാജ് എന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കപ്പെട്ട 2 അധ്യാപകരുടെ ജാമ്യാപേക്ഷയാണ് ഇവിടെ കോടതിയിൽ ഉണ്ടായിരുന്നത്. 2 ജാമ്യാപേക്ഷയും SC/ST വകുപ്പ് അട്രാക്ട് ചെയ്തതുകൊണ്ട് വിക്ടിമിന്റെ ഫാദർക്ക് നോട്ടീസ് പോകും. ആ ഫാദർക്ക് നോട്ടീസ് പോയ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഹാജരായി നമ്മുടെ ഭാഗങ്ങൾ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു. 2 പേർക്കും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് കുടുംബത്തിന് വേണ്ടി നമ്മൾ ഹാജരായി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് 1-ാം പ്രതിയായി ഇരുന്ന ഡോക്ടർ റാം ഒരു സർട്ടിഫിക്കറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണ് എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ആദ്യമായി എതിർത്ത കാര്യം. അതായത് അദ്ദേഹം ട്രൈബ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി SC/ST ആക്ടുകളിൽ നിന്ന് അയാൾ രക്ഷപ്പെടും. അത് ഒഴിവാക്കുന്നതിനായിട്ട് അദ്ദേഹം ഈ വിജേന്ദ്രിയ എന്ന കമ്മ്യൂണിറ്റി SC-യിൽ പെടുന്നതല്ല. അതുപോലെ തന്നെ കർണാടകയിലുള്ള SC കമ്മ്യൂണിറ്റി ഇവരുടെ മൊത്തം ലിസ്റ്റും നമ്മൾ കോടതി മുമ്പാകെ ഹാജരാക്കിയതോടുകൂടി അവർ ആ വാദത്തിൽ നിന്ന് പിന്മാറുകയാണ്. പിന്നീട് ഇതൊരു ആത്മഹത്യ നോട്ടില്ലാത്ത കേസായതിനാൽ ഇത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് കൂടി പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നിതിൻ എന്ന് പറയുന്ന കുട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടി ഹയർ മാർക്കോട് കൂടി +2 പാസ്സായി. എന്നിട്ട് 2 വർഷമാണ് ഒരു മെഡിക്കൽ സീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് എഴുതി അവസാനം ഈ അച്ചീവ്മെന്റ് നേടിയത്. ആ നേടിയത് മുതൽ കുട്ടി ആ കോളേജിൽ കണ്ടിന്യൂസ് ഹരാസ്മെന്റ് ആണ്. അതായത് ആ കുട്ടി വന്നത് മുതൽ ഈ കുട്ടിയെ തെരുവ് പട്ടി അങ്ങനെ ആ രീതിയിലാണ് ആ കോളേജിൽ നിന്നും അവമാനം. അതായത് നമ്മുടെ കേസ് പറഞ്ഞ ആ ഒരു ലാസ്റ്റ് മൂവ്മെന്റ് അല്ല, ഇതൊരു തുടക്കം മുതലുള്ള കുട്ടിക്ക് നേരെയുള്ള ആക്രമണമാണ്. അതിന്റെ അവസാനമാണ് ആത്മഹത്യ. ഈ തുടക്കം മുതൽ എന്ന് പറയുന്നതിൽ ഈ കുട്ടി ഏറ്റവും കൂടുതൽ ഇന്റിമസി ഉണ്ടായിരുന്ന കുട്ടിയുടെ സഹോദരിയോടാണ്. ആ സഹോദരിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുട്ടി നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്.